ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓസ്കി എക്സാമിന് വരുന്ന കുറച്ച് ബെഡ് സൈഡ് ട്രാപ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ ആദ്യം സേഫ്റ്റി നമ്മൾ നോക്കണം. സേഫ്റ്റി നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സേഫ്റ്റി നോക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോഴേക്കും ബെഡ് സൈഡിൽ എന്തെങ്കിലും സേഫ്റ്റി റിലേറ്റഡ് ഐറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സേഫ്റ്റി അല്ലെങ്കിൽ സീൻ സേഫ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ട്രാപ്സ് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ട്രാപ്സ് ആണ് കോമൺ ആയിട്ട് അവർ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഗ്ലാസസ് ഓർ ഹിയറിംഗ് എയ്ഡ്സ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാർഡിയാക് ടേബിൾ ഒന്നെങ്കിൽ ഒരു ഗ്ലാസസ് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ട്രാപ്പ് കിട്ടിയാൽ എന്ത് പറയണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യനോട് ആദ്യം പറയുക അല്ലെങ്കിൽ ചോദിക്കുക, ഐ ക്യാൻ സീ ദാറ്റ് യു ഹാവ് ഗ്ലാസസ് ഓർ ഹിയറിംഗ് എയ്ഡ്സ്, ആർ ദേ യുവേഴ്സ്? ആദ്യം ചോദിക്കുക നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചോദിക്കാം, വുഡ് യു ലൈക്ക് ടു യൂസ് ഇറ്റ് ഡ്യൂറിങ് യുവർ അസസ്മെന്റ്? ഞാനിപ്പോൾ അസസ്മെന്റ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അസസ്മെന്റിന്റെ സമയത്ത് നിങ്ങൾക്കിത് യൂസ് ചെയ്യണോ? ഒന്നെങ്കിൽ ഗ്ലാസസ് ആയിരിക്കും അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും. പേഷ്യന്റ് പറയുകയാണെങ്കിൽ യെസ്, എനിക്കത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് മീ ഹെൽപ്പ് യു ഇൻ പുട്ടിങ് ഇൻ ദിസ് സോൺ. നമ്മൾ പേഷ്യനോട് പറയുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചതിന് ശേഷം നമ്മൾ പേഷ്യനോട് ചോദിക്കുക, ക്യാൻ യു സീ ഓർ ഹിയർ മീ ബെറ്റർ നൗ? അപ്പം ഗ്ലാസസ് ആണ് വെക്കുന്നതെങ്കിൽ ചോദിക്കുക, ക്യാൻ യു സീ മീ ബെറ്റർ നൗ? അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ചോദിക്കുക, ക്യാൻ യു ഹിയർ മീ ബെറ്റർ നൗ? ഈ പേഷ്യന്റ് പറയുന്നത് ഡ്യൂറിംഗ് അസസ്മെന്റ് എനിക്ക് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയണം? ഇഫ് നോ, ഓൾ റൈറ്റ്, വെൻ ഡു യു യൂസ് ഇറ്റ്? നിങ്ങൾ നോർമലി എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. എന്നിട്ട് ചോദിക്കുക, ഓക്കെ, ഐ വിൽ ടേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്, ഞാനത് നോട്ട് ചെയ്തോളാം എന്ന് പറയുക. ഇപ്പൊ ഗ്ലാസസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് കിട്ടിയാൽ നമ്മൾ ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഇത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ആദ്യം ചോദിക്കുക, ഈ ഗ്ലാസസും ഹിയറിംഗ് എയ്ഡ്സ് നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ഡ്യൂറിംഗ് അസസ്മെന്റിന്റെ സമയത്ത് ഇത് യൂസ് ചെയ്യണോ എന്ന് ചോദിക്കുക. പേഷ്യന്റ് യൂസ് ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അവരെ ഒന്ന് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ചെയ്തതിനു ശേഷം ഗ്ലാസസ് ആണ് ചോദിക്കുക, ക്യാൻ യു സീ മീ ബെറ്റർ നോ? നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ ചോദിക്കുക, ക്യാൻ യു ഹിയർ മീ ബെറ്റർ നൗ എന്ന് ചോദിക്കുക. ഇനി പേഷ്യന്റ് പറയാണ് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് ശേഷം ഐ വിൽ മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ് കേട്ടോ. ഇനി രണ്ടാമത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്നല്ലെങ്കിൽ സിഗരറ്റ് സ്റ്റിക്സ് അല്ലെങ്കിൽ ലൈറ്റേഴ്സ് ആയിരിക്കും. അവിടെ ഒരു സിഗരറ്റ് സ്റ്റിക്സ് അല്ലെങ്കിൽ ലൈറ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. ഐ ക്യാൻ സീ ദാറ്റ് യു ഹാവ് സിഗരറ്റ്സ് ഓർ ലൈറ്റേഴ്സ് ഇൻ ഹിയർ, ആർ ദ യുവേഴ്സ്? ആദ്യം നമ്മൾ എന്താ ചോദിക്കുന്നത്, ഇത് നിങ്ങളുടെ ആണോ? ചിലപ്പോൾ പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഒന്നെങ്കിൽ പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യന്റ് വിസിറ്റ് ചെയ്യാൻ വന്ന ആളിന്റെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പേഷ്യനോട് ചോദിക്കുക, ഇത് നിങ്ങളുടെ ആണോ? പേഷ്യന്റ് പറയുന്നത് യെസ് ആണെന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ കുറച്ച് അസസ്മെന്റ് ആണ് ചെയ്യുന്നത്. അതായത് പേഷ്യന്റ് ഓൾറെഡി സ്മോക്ക് ചെയ്യുന്ന പേഷ്യന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ സ്മോക്ക് ചെയ്യുന്ന പേഷ്യന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് സ്മോക്കിങ്ങിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ എന്തൊക്കെ ചോദിക്കുന്നത്, ഹൗ ലോങ് ഹാവ് യു ബീൻ സ്മോക്കിങ്? നിങ്ങൾ എത്ര നാളായിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ടാമത് നിങ്ങൾക്ക് ചോദിക്കാം, ഹാവ് യു എവർ ട്രൈ ടു ക്വിറ്റ് ദിസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ക്വിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ പേഷ്യന്റ് ഒന്നെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ യെസ് ഓർ നോ എന്നോ എന്തെങ്കിലും പറയും. ഇനി അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഡു യു ഹാവ് എനി പ്ലാൻസ് ടു ക്വിറ്റ്? ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ക്വിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുക. കാരണം നമ്മൾ സ്മോക്കിംഗ് ആണ് അല്ലേ. അപ്പൊ പേഷ്യന്റ് പറയുന്നത് യെസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ എന്താണ് ഒരു ലീഫ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യും ഇതിനെ പറ്റിയിട്ട്, സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമ്മൾ പറയുക, ഈ ഒരു അസസ്മെന്റിന് ശേഷം ഐ ക്യാൻ ഗിവ് യു സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ഐ ക്യാൻ പ്രൊവൈഡ് യു ലീഫ്ലെറ്റ് റിഗാർഡിംഗ് ക്വിറ്റിംഗ് സ്മോക്കിംഗ് ആഫ്റ്റർ അവർ ലിറ്റിൽ ചാറ്റ് എന്ന് പറയുക. അപ്പോൾ സ്മോക്കിങ്ങിന്റെ സിഗരറ്റ് അല്ലെങ്കിൽ ലൈറ്റേഴ്സ് കിട്ടിയത് ആദ്യം എന്ത് ചോദിക്കുക, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുക. അതിനുശേഷം എന്താണ് പേഷ്യന്റ് അതെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോക്കിംഗ് ചോദിക്കുക, ഹൗ ലോങ് ഹാവ് യു ബീൻ സ്മോക്കിംഗ്? എത്ര നാളായി നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നു? അടുത്ത് എന്താ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഹാവ് യു എവർ ട്രൈ ടു ക്വിറ്റ് ദിസ്? നിങ്ങൾ ഇത് ക്വിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നിട്ട് ചോദിക്കുക, ഇപ്പം നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ഡു യു ഹാവ് എനി പ്ലാൻ ടു ക്വിറ്റ്? എന്നിട്ട് പറയുക, നമുക്ക് അസസ്മെന്റ് സ്റ്റേഷൻ ആണ്, സമയമില്ല, ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് അവിടെ നിങ്ങളൊരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചത് നമ്മളത് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പൊ അവൾ പെട്ടെന്ന് പറയുക, നിങ്ങൾക്ക് ഈ ഒരു ചാറ്റിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാമിന്റെ ലീഫ്ലെറ്റ് തരാമെന്ന് പറയുക. ഇനി പേഷ്യന്റ് പറയണേ ഇല്ല, എൻ്റെ ഇത് എനിക്ക് വേണ്ട, എനിക്ക് ഞാനിപ്പോൾ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുക, ഐ ക്യാൻ ഓഫർ യു സം നിക്കോട്ടിൻ പാച്ച് ഓർ ഗം ടു ഹെൽപ്പ് യു ഇൻസ്റ്റഡ്. അതായത് നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഓൾട്ടർനേറ്റീവ് തെറാപ്പിയാണ് നിക്കോട്ടിൻ പാച്ച് അല്ലെങ്കിൽ ഗംസ്. അത് ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും, അത് നിനക്ക് വേണമെന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പം എസ് ഓർ നോയോടുള്ള ആൻസർ നമ്മൾ റെഡി ആയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കൊടുത്തിരിക്കുന്നത്. ഇനി പേഷ്യന്റ് പറയാണ് ഇത് എൻ്റെ സിഗരറ്റ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, ഡു യു നോ ഹൂസ് ദിസ്? ഇത് ആരെയാണെന്ന് അറിയാവോ? അപ്പൊ പേഷ്യന്റ് പറയും,
എന്നെ കാണാൻ വന്ന ആരെങ്കിലും വിസിറ്റേഴ്സിൻ്റെ ആരുടെ ആണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. നമ്മൾ നോൺ സ്മോക്കിംഗ് ഫെസിലിറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ. നമ്മുടെ ഹോസ്പിറ്റൽ ഒരു നോൺ സ്മോക്കിംഗ് ഫെസിലിറ്റിയാണ്. അപ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു സ്മോക്കിംഗ് അല്ലെങ്കിൽ സിഗരറ്റ് അവിടെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, അത് കോൺട്രാ ഇൻഡിക്കേഷൻസ് നമ്മളൊന്ന് പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുക. നോക്കി, ആസ് ദിസ് ഹോസ്പിറ്റൽ ഇസ് എ നോൺ സ്മോക്കിംഗ് ഫെസിലിറ്റി and we are surrounded by piped in oxygen or oxygen tanks and other equipments which are highly combustible and may start fire in the presence of a smoke. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അറിയാം. എപ്പോഴും നിങ്ങൾ ഓർക്കുക, സ്ക്രിപ്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ എഴുതിയിരിക്കുന്ന നോട്ട് അതുപോലെ കാണാതെ പഠിച്ച് വരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു നോൺ സ്മോക്കിംഗ് ഫെസിലിറ്റി ആണ്. ഇവിടെ ഒരുപാട് ഓക്സിജൻ ടാങ്ക്സ് പോകുന്നതാണ്. അതുകൊണ്ട് എന്താണ്, കൂടുതൽ ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇവിടുന്ന് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. I'm afraid I have to take this away and keep it locked in a safe place or give it to a relative to take away when they come to visit. നമുക്ക് പറയാൻ പറ്റും, റിലേറ്റീവ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഇത് അവരെ കൊടുത്തുവിടുക, അല്ലെങ്കിൽ എനിക്കിത് ലോക്ക് ചെയ്യാം, ഞാനൊരു സേഫ് പ്ലേസിലോട്ട് ഇത് മാറ്റാമെന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പേഷ്യൻ്റ് ഇത് എൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് ഇത് വരുന്നത്. ഇപ്പോൾ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, അസസ്മെൻ്റ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. നമ്പർ ഓഫ് എത്ര വർഷമായി നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ, ഇപ്പം നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ, എന്നിട്ട് നമ്മൾ സ്മോക്കിംഗ് സെസഷൻ പ്രോഗ്രാമിൻ്റെ ലീഫ്ലെറ്റ് തരാം അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരാമെന്നാണ് പേഷ്യൻറ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി പേഷ്യൻറ്റിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മളിത് നോൺ സ്മോക്കിംഗ് ഫെസിലിറ്റി ആണ്. ഇവിടെ ഓക്സിജൻ ടാങ്ക്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതെടുത്ത് മാറ്റാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് വരുമ്പോഴേക്കും നിങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയി പോയാൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അടുത്ത എന്താണ്, ഫിസിക്കലി റിമൂവ് ദ സിഗരറ്റ്സ് ഫ്രം ദ റൂം, പുട്ട് ഇറ്റ് ഓൺ ദ അസസേഴ്സ് ടേബിൾ ഓർ അസ്യൂമിങ് ദാറ്റ് ഇസ് ഇൻ ദ വോർഡ് കബോർഡ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫിസിക്കലി ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. അസസേഴ്സിൻ്റെ ടേബിളിലോട്ട് എങ്ങോട്ടെങ്കിലും ഞാൻ അങ്ങനെ റിമൂവ് ചെയ്യുവാണെന്ന് ഫിസിക്കലി ഒന്ന് കാണിക്കുക. ഞാനത് റിമൂവ് ചെയ്യുവാണെന്ന് കാണിച്ചതിന് ശേഷമായിരിക്കണം നമ്മളുടെ ബാക്കി സ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇനി അടുത്ത് വരുന്നതാണ് സ്വീറ്റ്സ് ഓർ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒന്നെങ്കിൽ അവിടെ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് പറയാം, ഐ ക്യാൻ സീ ദാറ്റ് യു ഹാവ് സ്വീറ്റ്സ് ഓർ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ഹിയർ. ഹാസ് എനിവൺ അഡ്വൈസ്ഡ് യു ഓൺ യുവർ ഡയറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്ന പേഷ്യൻ്റെ ഡയറ്റ് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ഒരു അഡ്വൈസ് നിനക്ക് തന്നിട്ടുണ്ടോ, ഡയറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കരുതെന്നോ കഴിക്കരുതെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കുക. ഇഫ് യു ആർ നിൽ ബൈ മൗത്ത്. കാരണം ഇവിടെ എന്താണ്, ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻസ് ആയിരിക്കും. പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻസ് നമുക്കറിയാം അല്ലേ, നിൽ ബൈ മൗത്ത് ആണ്. അപ്പോൾ നിൽ ബൈ മൗത്ത് ആണ്, പേഷ്യൻ്റ് ഒന്നിനും കഴിക്കാനോ അല്ലെങ്കിൽ പേഷ്യൻ്റ് വെള്ളം കുടിക്കാനോ പാടില്ല. ആ സമയത്ത് നമ്മൾ നേരെ വന്നിട്ട് ഇത് നിങ്ങളുടെ വെള്ളമാണോ ചോദിച്ചാൽ അവർക്ക് ആ വെള്ളം കൊടുക്കുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻ്റ് പറയണോ ഇഫ് നോ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ ദിസ് അസസ്മെന്റ് ഐ വിൽ ചെക്ക് യുവർ ഡയറ്റ് സ്റ്റാറ്റസ്. അതുവരെ നമ്മൾ അവരോട് പറയണം നിങ്ങൾ കഴിക്കരുത്, ഞാനിത് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറയുക. സ്റ്റാറ്റസ് ഓൺ ദ ചാർട്ട് ആൻഡ് ഇൻഫോം യു ഓഫ് ദിസ് ആസ് സൂൺ ആസ് ഐ ക്യാൻ. എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങളത് കഴിക്കേണ്ട, ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാന്ന് പറയാം. ഓൾ റൈറ്റ്, ഇൻ ദ മീൻ ടൈം മേ ആസ്ക് യു നോട്ട് ടു ഈറ്റ് ഓർ ഡ്രിങ്ക് ഇറ്റ് അണ്ടിൽ ഐ ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, എൻ്റെ പേഷ്യനോട് നമ്മൾ പറയുവാണ് ഇപ്പം നിങ്ങൾ കഴിക്കരുതെന്ന് കേട്ടോ. ഇപ്പം നിങ്ങൾ കഴിക്കരുത്, ഞാൻ ആ ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ നീ ഒന്നും കഴിക്കരുതെന്ന് പറയുക കേട്ടോ. അപ്പം നമുക്ക് സ്വീറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ഓഫ് വാട്ടർ കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം പേഷ്യൻ്റ് പ്രീ ഓപ്പറേറ്റീവ് ആണ് എന്നറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ് എ പാർട്ട് ഓഫ് യുവർ പ്രീ ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ യു ആർ അഡ്വൈസ്ഡ് ടു നോട്ട് ടു ഈറ്റ് ഓർ ഡ്രിങ്ക്. അപ്പം നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതാണ്, നമുക്ക് നിങ്ങൾ പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വൈസ് കൊടുക്കാം, നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് ഫോർ എ സർട്ടൺ നമ്പർ ഓഫ് അവേഴ്സ് അല്ലേ. നമുക്കറിയാം 6 to 12 hours ആണ് നമ്മൾ പേഷ്യനെ നിൽ ബൈ മൗത്ത് വെക്കുന്നത് തിയേറ്ററിന് പോകുമ്പോൾ. അപ്പോൾ സർട്ടൺ ഓഫ് നമ്പർ ഓഫ് അവേഴ്സ് നമ്മൾ നിൽ ബൈ മൗത്ത് ആയിരിക്കും വെക്കുന്നത്. സോ ദാറ്റ് യുവർ റിസ്ക് ഫോർ ആസ്പിറേഷൻ ഡ്യൂറിംഗ് ദ പ്രൊസീജിയർ വിൽ ബി ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് അല്ലേ. നമ്മൾ എന്തിനായിട്ടാണ്, ടു പ്രിവെന്റ് ദ ആസ്പിറേഷൻ. അത് നമുക്ക് പേഷ്യനോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഓൺ യുവർ ചാർട്ട് വെൻ ദിസ് ഷുഡ് ബി കമൻസ് ആൻഡ് ഐ വിൽ ഇൻഫോം യു ഓഫ് ദിസ് ആസ് സൂൺ ആസ് ഐ ക്യാൻ ആഫ്റ്റർ ദിസ് അസസ്മെന്റ്. ഈ അസസ്മെന്റിന് ശേഷം ഞാനത് എത്രയും പെട്ടെന്ന് നിന്നോട് നോക്കിയിട്ട് പറയാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് സ്പെസിമെൻ കപ്പ് ഓർ സ്പ്യൂട്ടം പോട്ട്. രണ്ടും ശ്രദ്ധിക്കുക. ഒന്ന് നമ്മുടെ സ്പെസിമെൻ കപ്പാണ്, അത് ഏത് സ്പെസിമെനും വാങ്ങാം. സ്പ്യൂട്ടം പോട്ട് നമുക്കറിയാം അല്ലേ, സ്പ്യൂട്ടം എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ സ്പെസിമെൻ കപ്പാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് യു ഹാവ് എ സ്പെസിമെൻ കപ്പ് ഇൻ ഹിയർ, ഡു യു നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. അപ്പോൾ പേഷ്യനോട് ജസ്റ്റ് ചോദിക്കുക, നിനക്ക് അറിയാമോ സ്പെസിമെൻ കപ്പ് ഐ ക്യാൻ സീ ഹിയർ, നിനക്ക് അത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ ചോദിക്കുക. അപ്പോൾ പേഷ്യൻ നോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കും അറിയത്തില്ല അല്ലേ ഏത് സ്പെസിമെൻ അയക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഐ വിൽ ചെക്ക് ഓൺ യുവർ ചാർട്ട്, നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയാം. കാരണം നമ്മൾ ജസ്റ്റ് എന്ന് കയറുമ്പോഴാണ് ഈ ഒരു
ഒരു ട്രാപ്പ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഏത് സ്പെസിമിനാണ് വരുന്നത്. അപ്പം നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്തിട്ട് ഐ വിൽ ചെക്ക് ഓൺ യുവർ ചാർട്ട് ആൻഡ് ലെറ്റ് യു നോ എന്ന് പറയുക. ഇഫ് യു നീഡ് എനി കളക്ട് എനി സ്പെസിമിൻ ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു ആഫ്റ്റർ ദിസ് അസസ്മെന്റ്. ഈ അസസ്മെന്റിന് ശേഷം നമ്മൾ വന്നിട്ട് പറയാമെന്ന് പറയുക. ഇനി സ്പ്യൂട്ടം പോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, സ്പ്യൂട്ടം പോട്ടാണ് ഇരിക്കുന്നത് എന്താണ് നമ്മൾ പറയുന്നത്? ആർ യു ഏബിൾ ടു എക്സ്പെക്ടറേറ്റ്? പേഷ്യനോട് ചോദിക്കുക എക്സ്പെക്ടറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇനി പേഷ്യന്റ് പറയും വി മേ നീഡ് ടു കളക്ട് എ സ്പ്യൂട്ടം സാമ്പിൾ ഫോർ ഈ അനാലിസിസ്, സോ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഓൾറെഡി ഹാവ് ദ സാമ്പിൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി സാമ്പിൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തു തരാം. ഐ ക്യാൻ സെൻഡ് ഇറ്റ് ടു ദ പത്തോളജി. ചില കണ്ടീഷൻ എന്താണ് പേഷ്യന്റ് അത് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. ചിലപ്പോൾ പേഷ്യന്റ് പറയും എനിക്ക് കഫ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് സാമ്പിൾ തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ അസിസ്റ്റ് യു ഇൻ ഡൂയിങ് ഡീപ് ബ്രീതിങ് ആൻഡ് കഫിംഗ് എക്സസൈസ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, നിങ്ങളൊരു ഡീപ് ബ്രീതിങ് ആൻഡ് കഫിംഗ് എക്സസൈസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് സ്പ്യൂട്ടം വരും. എന്നിട്ടും വന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? ആഫ്റ്റർ ദിസ് അസസ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് ഓൾ റൈറ്റ് വിത്ത് യു എന്ന് വെച്ചിട്ട് ഐ ക്യാൻ ഓൾസോ റെഫർ യു ടു ദ ചെസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്. അതായത് ചെസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിനെ നമുക്ക് റെഫർ ചെയ്യാം. സോ അത് എന്ത് ഹെൽപ്പ് ചെയ്യും? ടു എയ്ഡ് ഇൻ ദ മൊബിലൈസേഷൻ ഓഫ് യുവർ സെക്രീഷൻസ്. അപ്പോൾ നമുക്ക് സെക്രീഷൻസ് പുറത്തു വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സ്പ്യൂട്ടം പോട്ടാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സ്പ്യൂട്ടം പോട്ട് തരാൻ പറ്റും. ഇപ്പോൾ സാമ്പിൾ തരാൻ പറ്റുമെങ്കിൽ പറ്റുവാണെങ്കിൽ പത്തോളജിയിൽ വിടാൻ പറ്റുമെന്ന് പറയുക. അല്ലെങ്കിൽ അവർ തരാൻ പറ്റത്തില്ല, അവർക്ക് കഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ അഡ്വൈസ് കൊടുക്കുക, ഡീപ് ബ്രീതിങ് ആൻഡ് കഫിംഗ് എക്സസൈസ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ചെസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിന് നമുക്ക് റെഫറൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ ആവും എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. സ്പെസിമെൻ കപ്പാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അറിയത്തില്ല ഏത് സ്പെസിമെൻ ആണെന്ന്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചാർട്ടിൽ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറയുക കേട്ടോ. അതാണ് സ്പെസിമെൻ കപ്പ് ആൻഡ് സ്പ്യൂട്ടം പോട്ടിൽ വരുന്നത്. ഇനി അവസാനത്തെ വരുന്നത് എന്താണ്? മൊബിലിറ്റി ഡിവൈസസ് ആണ് കേട്ടോ. മൊബിലിറ്റി ഡിവൈസസ് എന്തെങ്കിലും ക്രച്ചസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അവരോട് ചോദിക്കാം ഈസ് ദിസ് മൊബിലിറ്റി ഡിവൈസ് ഈസ് യുവേഴ്സ്? ഈ ക്രച്ചസ് നിങ്ങളുടെ ആണോ എന്നുള്ളത് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്രെയിം നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുക. ഹൗ ലോങ് ഹാവ് യു ബീൻ യൂസിങ് ഇറ്റ്? എത്ര നാളായി നിങ്ങൾ അത് യൂസ് ചെയ്യുന്നു? ആർ യു സ്റ്റഡി ഓൺ യുവർ ഫീറ്റ്? മൊബിലിറ്റി എയ്ഡ് ആയതുകൊണ്ട് നമുക്കറിയാം അല്ലെ, നിൽക്കാൻ പറ്റാത്ത പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ആയിരിക്കും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിക്കാം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ഐ ക്യാൻ മേക്ക് എ റെഫറൽ ഫോർ യു ടു ദ ഫിസിയോതെറാപ്പിസ്റ്റ് ടു അസിസ്റ്റ് യു ഇൻ യൂസിങ് യുവർ ഡിവൈസസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡിവൈസ് യൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് റെഫറൽ ചെയ്യാമെന്ന് പറയാം. വുഡ് യു ലൈക്ക് മീ ടു ഡു that? On which side would you like me to place your mobility device? എപ്പോഴും അല്ലേ പേഷ്യൻസിന് അവർക്ക് എളുപ്പത്തിൽ എഴുന്നേക്കാൻ പറ്റുന്ന ഭാഗത്തായിരിക്കും ഒരു മൊബിലിറ്റി എയ്ഡ് വെക്കുന്നത്. അപ്പം നമുക്ക് പേഷ്യന്റിനോട് ഒന്ന് ചോദിക്കാം ഏത് സൈഡിലാണ് നിങ്ങൾക്ക് മൊബിലിറ്റി ഡിവൈസ് വെക്കേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാം. അടുത്തത് വന്നിട്ട് ലാസ്റ്റ് വൺ ഇൻഹേലേഴ്സ് ആണ് കേട്ടോ. ഇൻഹേലേഴ്സ് ചിലപ്പോൾ ഇൻഹേലർ ആസ്മ പേഷ്യൻ്റൊക്കെയാണ് കിട്ടുന്നത്, ചിലപ്പോൾ അവിടെ ഒരു ഇൻഹേലർ വെച്ചിട്ടുണ്ടായിരിക്കും. ഈസ് ദിസ് ഇൻഹേലർ യുവേഴ്സ്? നിങ്ങൾ പേഷ്യനോട് ചോദിക്കുക നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുക. വെൻ ഡു യു യൂസ് ഇറ്റ്? എപ്പോഴാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത്? ഹൗ ലോങ് ഹാവ് യു ബീൻ യൂസിങ് ഇറ്റ്? അവിടെ നമ്മൾ അസസ്മെന്റ് ആണ് ചെയ്യുന്നത്, എത്ര നാളായി നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്? ആർ യു കോൺഫിഡൻറ്റ് ഇൻ ഇറ്റ്സ് യൂസ്? ചിലപ്പോൾ എന്താണ് പേഷ്യന്റ് കുറേ നാളായി എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തതേ ഉള്ളതായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുക അത് ഈ കോൺഫിഡന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാമോ? എന്തെങ്കിലും കൺസേൺ, ഡു യു ഹാവ് എനി കൺസേൺ റിഗാർഡിംഗ് യുവർ ഇൻഹേലർ? എന്തെങ്കിലും കൺസേൺ ഉണ്ടോ ചോദിക്കുക. ഡു യു ഹാവ് എനി കൺസേൺസ് ബിഫോർ വി പ്രൊസീഡ് ടു ദ ഒബ്സർവേഷൻ? ചില പേഷ്യൻസ് എന്താണ് ഇൻഹേലറൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും അവരൊന്ന് കംഫർട്ടബിൾ ആണ്, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, എനിക്ക് ഒബ്സർവേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇൻഹേലർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കും. ഇൻഹേലർ കൊടുക്കരുത്, നിങ്ങൾക്ക് കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഹേലേഴ്സിനെ പറ്റിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബെഡ് സൈഡ് ട്രാപ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. അതിനെ പറ്റി നമുക്ക് ഒന്നോടെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ്. glasses or hearing aids, cigarette sticks or lighters, sweets or glass of water, sputum cup or sputum pot, മൊബിലിറ്റി ഡിവൈസസ് ആൻഡ് ഇൻഹേലേഴ്സ്. അപ്പോൾ ഇതെന്തെങ്കിലും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഈ 2-3 പോയിന്റ് പറഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മുടെ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഓർക്കുക നമുക്ക് അസസ്മെന്റ് ഫുൾ സ്റ്റേഷൻ ആകെ 20 മിനിറ്റേ ഉള്ളൂ. ആ 20 മിനിറ്റിൽ നമ്മൾ കുറേ ഇത് അവരൊരു ട്രാപ്പ് വെച്ചിരിക്കുന്നു. ആ ട്രാപ്പ് നമ്മൾ കാണുന്നു, പെട്ടെന്ന് ചോദിക്കുന്നു, അത് നമ്മൾ പിന്നെ അത് മാറ്റുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണം അല്ലേ, ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണം. അപ്പം നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ ചെന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും 1-2 അഡ്വൈസ് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോവാം. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.